ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 രണ്ടാമത്തെ അധ്യായമായ ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്നതിലെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന വൺ ആക്ട് പ്ലേയുടെ അവസാന ഭാഗമാണ്. ഇതിലെ പ്രധാന കഥാപാത്രമായ റോബർട്ട് ബാൽഡ്വിൻ തൻ്റെ സുഹൃത്തായ ജോൺ ഗ്രഷാമിൻ്റെ ബാങ്കിലെ തൊഴിലാളിയായി ജീവിക്കുന്നതും ഗ്രഷാമിൻ്റെ കുറ്റങ്ങൾക്ക് ഏക ദൃക്സാക്ഷിയാവുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ജോൺ ഗ്രഷാം ബാൽഡ്വിനെ ആളെ അയച്ചു വിളിപ്പിക്കുകയും ചെയ്യുന്നു. റോബർട്ട് ബാൽഡ്വിൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മാർത്തയും മക്കളായ ഈവിയും ജോണും എല്ലാം അദ്ദേഹത്തോട് ഗ്രഷാം പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുന്നു. അവർ ഓരോരുത്തരും ഗ്രഷാമിൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അടുത്ത ദിവസം ബാൽഡ്വിൻ ഗ്രഷാമിനെതിരെ സാക്ഷി പറയുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗ്രഷാം അദ്ദേഹത്തിന് പണം വാഗ്ദാനം നൽകി എന്നറിയുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും മനോഭാവം മാറുന്നു. അവർ ഓരോരുത്തരും എന്താണ് അദ്ദേഹത്തോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ജോൺ, ബട്ട് യു വോണ്ട്. ജോൺ പറയാണ്, പക്ഷേ നിങ്ങളത് ചെയ്തില്ല. ബാൽഡ്വിൻ ഷേക്കിംഗ് ഹിസ് ഹെഡ്. ബാൽഡ്വിൻ അദ്ദേഹത്തിൻ്റെ തലയാട്ടിക്കൊണ്ട്. ദോസ് 3 words would choke me if I tried to speak them. ആ 3 വാക്കുകൾ ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവ എന്നെ ശ്വാസം മുട്ടിച്ചേനെ. ഫോർ സം അതർ മാൻ പെർഹാപ്സ് ഇറ്റ് വുഡ് ബി ഈസി. ചിലപ്പോൾ മറ്റു ചില ആളുകൾക്ക് ഇത് എളുപ്പമായേക്കാം. ബട്ട് ഫോർ മീ, പക്ഷേ എനിക്ക്, ഓൾ ഓഫ് മൈ പാസ്റ്റ് വുഡ് റൈസ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് മീ ഇൻ ദ ഫേസ്. എൻ്റെ ഭൂതകാലം മുഴുവൻ എഴുന്നേറ്റ് എൻ്റെ മുഖത്തടിക്കും. It would mean to the world that for years I had been living a lie, that I was not the honorable man I thought I was. ഞാനൊരു കപടനായിട്ട് അല്ലെങ്കിൽ കള്ളനായിട്ടാണ് ഇത്രയും വർഷം ജീവിച്ചതെന്ന് ലോകം വിചാരിക്കും. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഞാനൊരു സത്യസന്ധനായ മനുഷ്യനല്ല എന്നും ആയിരിക്കും അത്. When John Gresham offered me money, I was angry. ജോൺ ഗ്രഷാം എനിക്ക് പണം വാഗ്ദാനം ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത്. But when I rejected it and he showed no surprise, then I was pleased. പക്ഷേ ഞാനത് നിരസിച്ചപ്പോൾ അവൻ അത്ഭുതം പ്രകടിപ്പിച്ചില്ല. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. It was a compliment, don't you think so? അതൊരു പ്രശംസയായിരുന്നു അല്ലെങ്കിൽ അംഗീകാരമായിരുന്നു. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നില്ലേ? ജോൺ. ഇപ്പോൾ ജോൺ മറുപടി പറയാണ്, എ കോംപ്ലിമെൻറ്റ് വിച്ച് കോസ്റ്റ് യു $100,000. ഒരു പ്രശംസ അല്ലെങ്കിൽ അംഗീകാരം നിങ്ങൾക്ക് $100,000 വിലമതിക്കുന്നു. മാർത്ത ആഫ്റ്റർ എ പോസ്. ഭാര്യയായ മാർത്ത ഒരു ചെറുതായിട്ടൊന്ന് നിർത്തിക്കൊണ്ട് പറയാണ്, വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലോസ് മച്ച് റോബർട്ട്? റോബർട്ട്, നിക്ഷേപക്കാർക്ക് ഒരുപാട് നഷ്ടമാകുമോ? ബാൽഡ്വിൻ എംഫാറ്റിക്കലി, ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലോസ് എ സെൻറ്റ്. ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, അവർക്ക് ഒരു നാണയം പോലും നഷ്ടപ്പെടില്ല. ഈവി സർപ്രൈസ്ഡ്, ബട്ട് ദ പേപ്പേഴ്സ് സെഡ്. ഈവി വളരെ അത്ഭുതത്തോടെ പറയാണ്, പക്ഷെ പത്രങ്ങൾ പറയുന്നത്. ബാൽഡ്വിൻ ഇൻറ്ററപ്റ്റിംഗ്, അവളുടെ പറയുന്നത് മുഴുവനാക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ദേ ഹാഡ് ടു പ്രിൻറ്റ് സംതിങ്, ദേ ഗസ്റ്റ്, ഐ നോ, ഐ ടെൽ യു. അവർക്ക് എന്തെങ്കിലും ഒന്ന് അച്ചടിക്കണം, അതുകൊണ്ട് അവർ ഊഹിച്ചു, എനിക്കറിയാം, ഞാൻ പറയാം. മാർത്ത, ബട്ട് യു നെവർ സെഡ് സോ ബിഫോർ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും മുമ്പ് പറഞ്ഞിട്ടില്ല. ബാൽഡ്വിൻ, ഐ ലെഫ്റ്റ് ദാറ്റ് ഫോർ ഗ്രഷാം, ഇറ്റ് വിൽ കം ഔട്ട് ടുമാറോ. ഞാനത് ഗ്രഷാമിന് വിട്ടുകൊടുത്തു, അത് നാളെ പുറത്തു വരും. ജോൺ, വൈ ടുമാറോ? എന്തുകൊണ്ട് നാളെ? വൈ ഡിഡ്ന്റ് യു സേ സോ ബിഫോർ? അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേ പറഞ്ഞുകൂടായിരുന്നു? ദ പേപ്പേഴ്സ് ആസ്ക്ഡ് യു ഓഫൺ ഇനഫ്. പത്രങ്ങൾ നേരത്തെ തന്നെ നിങ്ങളോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബാൽഡ്വിൻ, നത്തിങ് ഫോഴ്സ്ഡ് മീ ടു ആൻസർ ജോൺ. ഒന്നും പറയേണ്ട ആവശ്യമില്ല ജോൺ. ദർ ഈസ് എ പോസ്. ഒരു ഇടവേളയുണ്ടായി. ജോൺ, ദേ ആർ ഗോയിങ് ടു പണിഷ് ഗ്രഷാം, ആറിൻറ് ദേ? അവർ നാളെ ഗ്രഷാമിനെ ശിക്ഷിക്കാൻ പോകുന്നു അല്ലേ? ബാൽഡ്വിൻ, ഐ ആം അഫ്രൈഡ് സോ. ഞാനത് ഭയക്കുന്നു. ജോൺ, വാട്ട് ഫോർ? എന്തിന്? ബാൽഡ്വിൻ, മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദി. ആ ഒരു വാക്ക് മുഴുവനാക്കുന്നില്ല. ധനം ദുരുപയോഗം ചെയ്തതിന്. അപ്പോൾ ജോൺ പറയാണ്, ജോൺ ഇൻറ്ററപ്റ്റിംഗ്, അദ്ദേഹത്തിൽ ഇടപെട്ടുകൊണ്ട് പറയാണ്, ഓ ഐ നോ ദാറ്റ്,
അതെനിക്കറിയാം. ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹി കമ്മിറ്റഡ്? പക്ഷേ എന്ത് തെറ്റാണ് അയാൾ ചെയ്തത്? ബാൽഡ്വിൻ: ദാറ്റ്സ് എ ക്രൈം ജോൺ. അതൊരു തെറ്റാണ് ജോൺ. ഇവി: ബട്ട് ഇഫ് നോബഡി ലോസസ് എനിത്തിങ് ബൈ ഇറ്റ്? അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെങ്കിൽ? ബാൽഡ്വിൻ: ഇറ്റ്സ് എ ക്രൈം നെവർത്തലെസ്. എന്നിരുന്നാലും അതൊരു കുറ്റം തന്നെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും നേരം ജോൺ ഗ്രഷാമിനെ കുറ്റപ്പെടുത്തിയിരുന്ന ജോൺ, ഇവി, മാർത്ത ഇവരെല്ലാം പണം അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തെയാണ്. ജോൺ: ആൻഡ് ദേ ആർ ഗോയിങ് ടു പണിഷ് ഹിം ഫോർ ഇറ്റ്. അതിനു വേണ്ടി അവർ അയാളെ ശിക്ഷിക്കാൻ പോകുന്നു. ബാൽഡ്വിൻ: ദേ കാൺ ലെറ്റ് ഹിം ഗോ ജോൺ. ഹി ഈസ് ടു കൺസ്പിക്വസ്. അവർക്ക് അവനെ വിടാൻ കഴിയില്ല ജോൺ. അത് അവനും വ്യക്തമാണ്. ജോൺ: ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗവർണർ? ഇത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗവർണർ? ഗവർണർ എന്നത് അവിടുത്തെ സ്ലാങ് പ്രകാരം അച്ഛൻ എന്ന് പറയാം. ബാൽഡ്വിൻ: മൈ ഒപ്പീനിയൻ ഡസൻറ്റ് മാറ്റർ ജോൺ. എൻ്റെ അഭിപ്രായം ഒരു കാര്യവുമില്ല ജോൺ. ജോൺ: ബട്ട് വാട്ട് ഡു യു തിങ്ക്? പക്ഷെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ബാൽഡ്വിൻ: I think that I am sorry for John Gresham. Terribly sorry. ഞാൻ ചിന്തിക്കുന്നത് ജോൺ ഗ്രഷാമിനോട് ഞാൻ ഖേദിക്കുന്നു എന്ന് കരുതുന്നു. വളരെയധികം ഖേദം. ജോൺ സ്ലോലി. ജോൺ മെല്ലെ പറയാണ്: ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി ഡാഡ്. ഇത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയ സാങ്കേതികത മാത്രമാണ്. നോബഡി ലോസസ് എ സെൻറ്റ്. ആർക്കും ഒന്നും നഷ്ടമായിട്ടില്ല. ഇറ്റ്സ് റാദർ ഹാർഡ് ഓൺ ഗ്രഷാം ഐ സേ. ഞാൻ പറയുകയാണെങ്കിൽ ഗ്രഷാമിന് മാത്രമാണ് നഷ്ടം. ബാൽഡ്വിൻ ആഫ്റ്റർ എ പോസ് ഒന്ന് നിർത്തിയിട്ട് പറയാണ്: യെസ് ജോൺ. അതെ ജോൺ. ഇവി ടിമിഡ്ലി: വുഡ് ഇറ്റ് ബി സച്ച് ആൻ ഓഫുൾ തിങ് ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ്? ഇവി ഒന്ന് ഭയന്നുകൊണ്ട് പറയാണ്: ഇതൊരു അസഹനീയമായ കാര്യമല്ലേ അച്ഛാ, നിങ്ങൾ അയാളെ വിട്ടയച്ചാൽ? ബാൽഡ്വിൻ സ്മൈലിംഗ്: ഐ വിഷ് ഐ വുഡ് ഇവി, ബട്ട് ഐ എം നോട്ട് ദ ജഡ്ജ്. ഒന്ന് ചിരിച്ചിട്ട് പറയാണ്: എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ ന്യായാധിപനല്ല. ഇവി: നോ ബട്ട്. അല്ല പക്ഷേ. ബാൽഡ്വിൻ: ബട്ട് വാട്ട്? പക്ഷേ എന്ത്? ഇവി: യു ആർ ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിം. അയാൾക്കെതിരെയുള്ള ആകെ ദൃക്സാക്ഷി നിങ്ങളാണ്. ബാൽഡ്വിൻ നോൺ പ്ലസ്ഡ്. ഇവി. ബാൽഡ്വിൻ വളരെയധികം ആശ്ചര്യവും ആശയക്കുഴപ്പവും കാരണം പ്രതികരിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറയാണ് ഇവി എന്ന്. ജോൺ: ഷീ ഈസ് റൈറ്റ് ഗവർണർ. അവൾ പറഞ്ഞത് ശരിയാണ് ഗവർണർ അച്ഛാ. ബാൽഡ്വിൻ: യു ടു ജോൺ. നീയും അത് തന്നെയാണോ ജോണെ പറയുന്നത്? ജോൺ: ഇറ്റ്സ് ഗോയിങ് ടു ബി എ നാസ്റ്റി മെസ് ഇഫ് ദേ പുട്ട് ജോൺ ഗ്രഷാം ഇൻ ജയിൽ. ജോൺ ഗ്രഷാമിനെ അവർ ജയിലിൽ അടച്ചാൽ അതൊരു വൃത്തികെട്ട കാര്യമാവും. വിത്ത് യുവർ ഓൺ സൺ നെയിംഡ് ആഫ്റ്റർ ഹിം. നിങ്ങളുടെ തന്നെ മകൻ്റെ പേര് അയാൾക്ക് പിറകെ. ഇറ്റ്സ് ഗോയിങ് ടു ബി പ്ലസൻറ്റ് ഫോർ മീ. ഇതെനിക്ക് വലിയ സന്തോഷമുണ്ടാക്കാൻ പോകുന്നു. ജോൺ ഗ്രഷാം ബാൽഡ്വിൻ. ജോൺ ഗ്രഷാം ബാൽഡ്വിൻ എന്ന് പറയാണ്. മാർത്ത ആഫ്റ്റർ എ പോസ് ഒന്ന് നിർത്തിക്കൊണ്ട്: റോബർട്ട്, ഐ എം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് യു സെഡ് ബിഫോർ. വാട്ട് ഡിഡ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് യു ടു ഡു ഫോർ ഹിം? മാർത്ത ഒന്ന് നിർത്തിക്കൊണ്ട് പറയാണ്: റോബർട്ട്, നിങ്ങൾ മുമ്പേ പറഞ്ഞത് മനസ്സിലായി എന്നെനിക്ക് ഉറപ്പില്ല. മിസ്റ്റർ ഗ്രഷാമിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ബാൽഡ്വിൻ: ഗെറ്റ് ഹിം ഓഫ് ടുമാറോ. നാളെ അവനെ വെറുതെ വിടുക. മാർത്ത: യു കുഡ് ഡു ദാറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ബാൽഡ്വിൻ: യെസ്, കഴിയുമായിരുന്നു. മാർത്ത: ഹൗ? എങ്ങനെ? ബാൽഡ്വിൻ: ബൈ ആൻസറിങ് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദേ ആസ്ക് മീ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻസ്. അപകടകരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട്. മാർത്ത: ഓ, ആൻഡ് യു ഡു റിമെമ്പർ. പക്ഷേ നിങ്ങൾ ഓർക്കുന്നു അല്ലേ? ബാൽഡ്വിൻ: യെസ്, നിയർലി എവ്രിതിങ്. അതെ, എല്ലാം നന്നായി ഓർക്കുന്നു. ജോൺ: നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു. അപ്പോൾ ജോൺ ചോദിക്കുകയാണ്, അവരെന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, അതെല്ലാം നിങ്ങൾ ഓർക്കുമോ എന്ന രീതിക്കാണ് ചോദിക്കുന്നത്. ബാൽഡ്വിൻ: ഐ ക്യാൻ ഓൾവേസ് റിഫ്രഷ് മൈ മെമ്മറി. യു സീ ഐ ഹാവ് നോട്ട്സ്. എനിക്ക് എൻ്റെ ഓർമ്മ എപ്പോഴും പുതുക്കാം. നീ കണ്ടിട്ടില്ലേ എൻ്റെ കുറിപ്പുകൾ? ജോൺ: ബട്ട് വിത്തൗട്ട് ദോസ് നോട്ട്സ് യു വുഡിൻ റിമെമ്പർ.
പക്ഷേ ആ കുറിപ്പുകളില്ലാതെ നിങ്ങൾ ഒന്നും ഓർക്കില്ലേ? ബാൽഡ്വിൻ: വാട്ട് ഡു യു മീൻ ജോൺ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജോണെ? ജോൺ വിത്തൗട്ട് ആൻസറിങ്, മറുപടി പറയാതെ: ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് യു വിൽ ഹാവ് ടു റിലേ ഓൺ യുവർ നോട്ട്സ് നിയർലി ആൾ ടുഗദർ, വോണ്ട് യു? വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുറിപ്പുകളെ ആശ്രയിക്കേണ്ടി വേണ്ടി വരില്ലേ? ബാൽഡ്വിൻ: എവ്രിബഡി എൽസ് ഡസ് ദ സെയിം തിങ്. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ജോൺ: ദെൻ ഇറ്റ് വോണ്ട് ബി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇഫ് യു സേ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ ജോൺ മറുപടി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒന്നും ഓർക്കുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നിന്നും ഒരുപാട് ദൂരെയാവില്ല. മാർത്ത: ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രഷാം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. മിസ്റ്റർ ഗ്രഷാം അധികമൊന്നും ചോദിക്കുന്നതായി ഞാനും കാണുന്നില്ല. ബാൽഡ്വിൻ: മാർത്ത എന്ന് ഭാര്യയെ വിളിക്കുകയാണ്. മാർത്ത: റോബർട്ട്, ഐ ആം ആസ് ഓണറബിൾ ആസ് യു ആർ. റോബർട്ട്: നിങ്ങളെപ്പോലെ തന്നെ ഞാനും മാന്യയാണ്. ബാൽഡ്വിൻ: ദാറ്റ്സ് ഗോസ് വിത്തൗട്ട് സെയിങ് മാർത്ത. അത് പറയാതെ തന്നെ അറിയാമല്ലോ മാർത്ത. മാർത്ത: ഇറ്റ് ഡസൻറ്റ് സീം റൈറ്റ് ടു മീ ടു സെൻഡ് ആൻ ഓൾഡ് ഫ്രണ്ട് ടു ജയിൽ. അതായത് നിങ്ങളുടെ ഒരു പഴയ ചങ്ങാതിയെ ജയിലിലേക്ക് അയക്കുക എന്നത് ശരിയായി എനിക്ക് തോന്നുന്നില്ല. ആസ് ഹി സ്പീക്സ് ഷീ ഹോൾഡ്സ് അപ്പ് ഹെർ ഹാൻഡ്. അവൻ സംസാരിക്കുമ്പോൾ അവൾ അവളുടെ കൈകളെല്ലാം ചേർത്തിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. നൗ ഡോണ്ട് ഇൻറപ്റ്റ് മീ. ഇനി എന്നെ തടസ്സപ്പെടുത്തരുത്. ഐ ഹാവ് ബീൻ തിങ്കിങ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു. ദ ഡേ ജോൺ വാസ് ബാപ്റ്റൈസ്ഡ് വെൻ മിസ്റ്റർ ഗ്രഷാം സ്റ്റുഡ് സ്പോൺസർ ഫോർ ഹിം, ഹൗ പ്രൗഡ് വി വർ. ജോണിനെ നമ്മൾ മാമോദിസ നടത്തിയ ആ ദിനം മിസ്റ്റർ ഗ്രഷാം അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നപ്പോൾ നമ്മൾ എത്ര അഭിമാനം കൊണ്ടു. ആൻഡ് വെൻ വി കെയിം ഹോം ഫ്രം ദ ചർച്ച് യു സെഡ്, ഡു യു റിമെമ്പർ വാട്ട് യു സെഡ് റോബർട്ട്? അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ റോബർട്ട്? ബാൽഡ്വിൻ: നോ, വാട്ട് വാസ് ഇറ്റ്? ഇല്ല, എന്തായിരുന്നു അത്? മാർത്ത: യു സെഡ്, മാർത്ത, മേ അവർ സൺ ഓൾവേസ് ലീവ് അപ് ടു ദ നെയിം വിച്ച് വി ഹാവ് ഗിവൺ ഹിം. ഡു യു റിമെമ്പർ ദാറ്റ്? നിങ്ങൾ പറഞ്ഞു, മാർത്ത, നമ്മുടെ മകൻ അവന് നമ്മൾ നൽകിയ പേര് പോലെ എന്നും ജീവിക്കട്ടെ, അതായത് ഗ്രഷാമിനെ പോലെ ഉയരങ്ങളിലെത്തട്ടെ. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? ബാൽഡ്വിൻ: യെസ്, ഡിംലി. അതെ, ചെറുതായി ഓർക്കുന്നു. ജോൺ: ഹാ, ഓൺലി ഡിംലി ഗവർണർ? ആ, ചെറുതായിട്ടേ ഉള്ളൂ അച്ഛാ. ബാൽഡ്വിൻ: വാട്ട് ഡു യു മീൻ ജോൺ? നീ എന്താണ് ജോണെ ഉദ്ദേശിക്കുന്നത്? മാർത്ത: ഗിവിംഗ് ജോൺ നോ ഓപ്പർച്യൂണിറ്റി ടു ആൻസർ. ജോണിന് ഉത്തരം പറയാൻ അവസരം നൽകാതെ മാർത്ത ഇടയിൽ കയറി പറയാണ്, It would be sad, very sad, if the name of John Gresham, our son's name, should come to grief through you, Robert. അത് വളരെ ദുഃഖകരമാണ്, വളരെയധികം ദുഃഖം. ജോൺ ഗ്രഷാമിൻ്റെ പേര്, നമ്മുടെ മകൻ്റെ പേര് നിങ്ങളിലൂടെ ദുഃഖം വരുത്തിയാൽ അല്ലെങ്കിൽ മോശം വരുത്തിയാൽ റോബർട്ട്. ബാൽഡ്വിൻ ആഫ്റ്റർ എ പോസ്, ഒന്ന് നിർത്തിക്കൊണ്ട്, മാർത്ത, ആർ യു ടെല്ലിംഗ് മീ ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ദാറ്റ് ജോൺ ഗ്രഷാം ഓഫേർഡ് മീ? നീയും പറയുന്നത് ജോൺ ഗ്രഷാം എനിക്ക് വാഗ്ദാനം തന്ന കൈക്കൂലി വാങ്ങിക്കണമെന്നാണോ? ഇവി: വൈ ഡു യു കോൾ ഇറ്റ് ബ്രൈബ് മണി ഫാദർ? എന്തിനാണ് നിങ്ങൾ അതിനെ കൈക്കൂലി എന്ന് വിളിക്കുന്നത് അച്ഛാ? ബാൽഡ്വിൻ ബിറ്റർലി, വളരെ കഠിനമായിക്കൊണ്ട്, വൈ ഇൻഡീഡ്? എന്തുകൊണ്ട്? ഗ്രഷാം ഹാഡ് എ പ്രെറ്റിയർ നെയിം ഫോർ ഇറ്റ്. ഗ്രഷാം അതിന് മനോഹരമായ ഒരു പേരിട്ടിട്ടുണ്ട്. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് അണ്ടർപെയ്ഡ് മീ ഓൾ ദീസ് ഇയേഴ്സ്. അവൻ പറയുന്നത് ഇത്രയും വർഷം എനിക്ക് കുറഞ്ഞ വേതനമാണ് അവൻ തന്നിരുന്നത് എന്നാണ്. യു നോ, ഐ വാസ് ഗെറ്റിംഗ് ഓൺലി $60 എ വീക്ക് വെൻ ദ ക്രാഷ് കെയിം. നിങ്ങൾക്കറിയാമോ, തകർച്ച വന്ന സമയത്ത് എനിക്ക് ആഴ്ചയിൽ $60 മാത്രമാണ് കിട്ടിയിരുന്നത്. ജോൺ ഇംപേഷ്യൻലി: യെസ് യെസ്. വളരെ അക്ഷമനായിക്കൊണ്ട് ജോൺ പറയാണ്, അതെ അതെ. ബാൽഡ്വിൻ: ഹി സെഡ് 100,000 represented the difference between what he had paid me and what I had actually been worth to him. അവൻ പറയുന്നത് അവൻ എനിക്ക് തന്നതും ഞാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വിലമതിച്ചിരുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് $100,000 പ്രതിനിധീകരിക്കുന്നത് എന്നാണ്. മാർത്ത: ദാറ്റ്സ് നോ ലെസ് ദാൻ ട്രൂ റോബർട്ട്.
യു ഹാവ് വർക്ക്ഡ് ഫോർ ഹിം വെരി ഫെയ്ത്ത്ഫുള്ളി. അപ്പോൾ മാർത്ത പറയാണ്, അത് സത്യത്തിൽ കുറവല്ല റോബർട്ട്, നിങ്ങൾ അവൻക്ക് വേണ്ടി വിശ്വസ്തയോടെ ജോലി ചെയ്തിട്ടുണ്ട്. ബാൽഡ്വിൻ, ഹി സെഡ് ദാറ്റ് ഇഫ് ഹി ഹാഡ് പെയ്ഡ് മീ വാട്ട് ഹി ഷുഡ് ഹാവ് ഐ വുഡ് ഹാവ് പുട്ട് ബൈ മോർ ദാൻ 100,000 ബൈ നൗ. അവൻ പറഞ്ഞു, അവൻക്ക് ഉള്ളത്ര എനിക്ക് ശമ്പളം തന്നിരുന്നെങ്കിൽ ഇപ്പോഴേക്കും ഒരുപാട് 100,000 വേണ്ടി വന്നേനെ. ജോൺ, ദാറ്റ്സ് സോ ഇസിൻറ്റ് ഇറ്റ് ഡാഡ്? അത് ശരിയാണ് അച്ഛാ, അങ്ങനെ തന്നെയല്ലേ? ബാൽഡ്വിൻ, ഹൂ നോസ്, ആർക്കറിയാം. ഐ നെവർ ആസ്ക്ഡ് ഹിം ടു റൈസ് മൈ സാലറി. എൻ്റെ ശമ്പളം കൂട്ടാൻ ഞാൻ ഒരിക്കലും അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല. വെൻ ഹി റൈസ്ഡ് ഇറ്റ് വാസ് ഓഫ് ഹിസ് ഓൺ അക്കോർഡ്. അവൻ അത് ഉയർത്തിയപ്പോഴെല്ലാം അവൻ്റെ സ്വന്തം ഇഷ്ടത്തിലായിരുന്നു. ദർ ഈസ് എ പോസ്. അവിടെ ഒരു ഇടവേളയുണ്ടായി. ഹി ലുക്സ് എറൗണ്ട്. ചുറ്റും നോക്കി. വെൽ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ് ഈവി? അതെ ഈവി, നീ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഈവി ഹെസിറ്റൻ്റ്ലി, മടിച്ചുകൊണ്ട്. ഇഫ് യു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമാറോ, നിങ്ങൾ ഇതേ തീരുമാനം കൊണ്ട് തന്നെ നാളെയും സാക്ഷിക്കൂട്ടിൽ പോയാൽ. ബാൽഡ്വിൻ, യെസ്, അതെ. ഇവി, ആൻഡ് ദേ പുട്ട് ജോൺ ഗ്രഷാം ഇൻ ജയിൽ, വാട്ട് വിൽ പീപ്പിൾ സേ? അവർ ജോൺ ഗ്രഷാമിനെ തടങ്കിലാക്കിയാൽ ആളുകൾ എന്തു പറയും? ബാൽഡ്വിൻ, ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. ഞാൻ എൻ്റെ ജോലി ചെയ്തെന്ന് അവർ പറയും. ഇവി, വെൻ ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദേ ഹാവിൻ ലോസ്റ്റ് എനി മണി, അവരുടെ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവർ കണ്ടെത്തിയാലോ? വെൻ ജോൺ ഗ്രഷാം ടെൽസ് ദം ദാറ്റ് ഹി വിൽ പേ ബാക്ക് എവറി സെൻറ്റ്, ജോൺ ഗ്രഷാം അവരുടെ ഓരോ നാണയവും തിരിച്ചടക്കാമെന്ന് പറഞ്ഞാലോ? ദെൻ ദേ വോണ്ട് ഹിം ടു ഗോ ടു ജയിൽ, എങ്കിൽ അവർക്ക് ആർക്കും അയാൾ ജയിലിൽ പോകണമെന്നുണ്ടാകില്ല. ദേ വിൽ ഫീൽ സോറി ഫോർ ഹിം, അവർക്ക് അയാളോട് ഖേദമാവും. ബാൽഡ്വിൻ, യെസ്, ഐ ബിലീവ് ദാറ്റ്, ഐ ഹോപ്പ് സോ. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ജോൺ, ആൻഡ് ദേ വോണ്ട് ഫീൽ ടു കൈൻഡ്ലി ഡിസ്പോസ്ഡ് ടുവേർഡ്സ് ദ മാൻ ഹൂ ഹെൽപ്സ് പുട്ട് ഹിം ജയിൽ. അയാളെ ജയിലിൽ അടക്കാൻ സഹായിച്ച ആളോട് ജനങ്ങൾക്ക് ദയ തോന്നില്ല. മാർത്ത, ദേ വിൽ സേ യു വെൻ ബാക്ക് ഓൺ ആൻ ഓൾഡ് ഫ്രണ്ട് റോബർട്ട്. മാർത്ത പറയാണ്, റോബർട്ട്, നിങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തിനെതിരെ തിരിഞ്ഞു എന്ന് അവർ പറയും. John, when you pull out your notes in court to be sure of sending him to jail, he breaks off with a snort. കോടതിയിൽ നിങ്ങൾ കുറിപ്പുകൾ പുറത്തെടുത്താൽ അയാളെ ജയിലിൽ അടക്കണമെന്ന ഉറപ്പോടെ. എന്നിട്ട് ഒരു ശ്വാസം വിടലോടെ അവൻ നിർത്തി. ഇവി, ആൻഡ് മിസ്റ്റർ ഗ്രഷാം ഹാസിൻറ്റ് ഡൺ എനിത്തിങ് റിയലി റോങ്. മിസ്റ്റർ ഗ്രഷാം ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജോൺ, ഇറ്റ്സ് എ ടെക്നിക്കാലിറ്റി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അതൊരു സാങ്കേതികത മാത്രമാണ്, അത് അത്രയേ ഉള്ളൂ. നോബഡി ലോസസ് എ സെൻറ്റ്, ആർക്കും ഒന്നും നഷ്ടമായിട്ടില്ല. നോബഡി വാണ്ട്സ് ടു സീ ഹിം പണിഷ്ഡ്, ആർക്കും അയാളെ ശിക്ഷിക്കണമെന്നുമില്ല. ഇവി, എക്സെപ്റ്റ് യു ഫാദർ, നിങ്ങൾക്ക് ഒഴികെ. ജോൺ, യെസ്, ആൻഡ് യു ആർ വില്ലിംഗ് ടു ജയിൽ ദ മാൻ ആഫ്റ്റർ ഹൂം യു നെയിംഡ് യുവർ സൺ. അതെ, നിങ്ങളുടെ പുത്രന് ആരുടെ പേരാണോ നൽകിയത് അയാളെ ജയിലിൽ അടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. മാർത്ത, ആഫ്റ്റർ എ പോസ്, ഒന്ന് നിർത്തിക്കൊണ്ട്. ഐ ബിലീവ് ഇൻ ബീയിങ് മേഴ്സിഫുൾ റോബർട്ട്. ഞാൻ കരുണ കാണിക്കുന്നതിൽ വിശ്വസിക്കുന്നു റോബർട്ട്. ബാൽഡ്വിൻ, മേഴ്സിഫുൾ, കരുണയോ? മാർത്ത, മിസ്റ്റർ ഗ്രഷാം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. മിസ്റ്റർ ഗ്രഷാം നിങ്ങളോട് എന്നും നല്ലതായിരുന്നു. ദർ ഈസ് അനദർ പോസ്, വീണ്ടും ഒരു ഇടവേള. ക്യൂരിയസ്ലി ഇനഫ്, വളരെ അധികം ആകാംക്ഷയോടെ. ദേ ഡു നോട്ട് സീം ടു ബി ഏബിൾ ടു മീറ്റ് ഈച്ച് ഐസ്. അവർക്ക് പരസ്പരം അവരുടെ കണ്ണുകൾ നോക്കാൻ കഴിഞ്ഞില്ല. മാർത്ത, വെൽ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ റോബർട്ട്? നല്ലത്, ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് റോബർട്ട്? ബാൽഡ്വിൻ, വാട്ട് ഡു യു മീൻ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർത്ത, യു ഹാവ് ബീൻ ഔട്ട് ഓഫ് വർക്ക് സിൻസ് ദ ബാങ്ക് ക്ലോസ്ഡ്. ബാങ്ക് അടച്ചതു മുതൽ നിങ്ങൾ ജോലിയില്ലാതിരിക്കുകയാണ്. ബാൽഡ്വിൻ, ഷ്രഗിങ് ഹിസ് ഷോൾഡേഴ്സ്, അദ്ദേഹത്തിൻ്റെ ചുമലൊക്കെ ഒന്ന് കുടഞ്ഞുകൊണ്ട് പറയാണ്. ഐ വിൽ ഫൈൻഡ് എ പൊസിഷൻ, ഞാനൊരു സ്ഥാനം കണ്ടെത്താം. ജോൺ, ഇഫ് ഗ്രഷാം ഡസൻറ്റ് ഗോ ടു ജയിൽ ഹി വിൽ സ്റ്റാർട്ട് ഇൻ ബിസിനസ് എഗെയിൻ വോണ്ട് ഹി? ഗ്രഷാം ജയിലിൽ പോയിട്ടില്ലെങ്കിൽ അയാൾ വീണ്ടും ബിസിനസ് തുടങ്ങില്ലേ? ആൻഡ് ഹീ കാൺ ഓഫർ യു എനിത്തിങ് ലെസ് ദാൻ എ പാർട്ട്ണർഷിപ്പ്. ഒരു പങ്കാളിത്തത്തിൽ കുറഞ്ഞതൊന്നും നിങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ബാൽഡ്വിൻ,
പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തമോ? ജോൺ, വിത്ത് മീനിങ്, വളരെയധികം അർത്ഥത്തോടെ പറയാണ്. വിത്ത് 100,000 ക്യാപിറ്റൽ യു കുഡ് പുട്ട് ഇൻ ദ ബിസിനസ് ഡാഡ്. അതെ, ആ $100,000 കൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം അച്ഛാ. ബാൽഡ്വിൻ, ജോൺ, ഓഫ് കോഴ്സ് ദ ക്യാപിറ്റൽ ഡസൻറ്റ് മാറ്റർ. ഹി വിൽ ഓവ് യു ക്വൈറ്റ് എ ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബിസൈഡ്സ്. അതെ, പണം പ്രശ്നമല്ല, എല്ലാത്തിലുമുപരി അയാൾ നിങ്ങൾക്ക് ഒരു ചെറിയ നന്ദിയുടെ കടപ്പെട്ടിരിക്കും. ദർ ഈസ് എ പൗസ്. വീണ്ടും ഒരു ഇടവേള പോലെ. മാർത്ത, എ 100,000 വുഡ് മീൻ എ ഗ്രേറ്റ് ഡീൽ ടു അസ് റോബർട്ട്. $100,000 നമുക്ക് വളരെയധികം വലുതാണ്. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ പൊസിഷൻ സൂൺ, ജോൺ വിൽ ഹാവ് ടു സപ്പോർട്ട് അസ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജോണിന് നമ്മെ സഹായിക്കേണ്ടി വരും. ജോൺ, ഓൺ $30 എ വീക്ക് ഡാഡ്, ദാറ്റ് വോണ്ട് ഗോ വെരി ഫാർ. വെറും ആഴ്ചയിൽ $30 കൊണ്ട് അത് ഒരുപാട് പോവില്ല. മാർത്ത, ഇറ്റ്സ് നോട്ട് ഫെയർ ടു ജോൺ. അത് ജോണിനോട് നമ്മൾ ഒട്ടും നീതി പുലർത്തുന്നുമില്ല. ജോൺ ആംഗ്രിലി, ഓ ഡോണ്ട് ബോദർ എബൌട്ട് മീ. ദേഷ്യത്തോടെ പറയാണ്, എന്നെക്കുറിച്ച് ഓർക്കണ്ട. ഈവി ബിഗിൻസ് ടു വീപ്പ്. ഈവി കരയാൻ തുടങ്ങി. ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ ഗവർണർ, യു ഹാവ് സെഡ് നത്തിങ് ടു ദ പേപ്പേഴ്സ്. നിങ്ങൾ പത്രങ്ങളോട് ഒന്നും പറഞ്ഞില്ല. ഇഫ് യു സേ നത്തിങ് മോർ ടുമാറോ, വാട്ട് ഡസ് ഇറ്റ് എമൗണ്ട് ടു ബട്ട് സ്റ്റിക്കിംഗ് ടു യുവർ ഫ്രണ്ട്. നിങ്ങൾ നാളെയും ഒന്നും പത്രങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോടൊപ്പം നിൽക്കുന്നതിൽ എന്ത് വിലയാണ്? ഇറ്റ്സ് ദ സ്ക്വയർ തിങ് യു ഡു. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഹി ഹാഡ് ഡു ആസ് മച്ച് ഫോർ യു. അവൻ ആദ്യം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ബാൽഡ്വിൻ ലുക്സ് അപ്പീലിംഗ്ലി ഫ്രം വൺ ഫേസ് ടു അനദർ. ദേ ആർ അവേർട്ടഡ്. ഒരു മുഖത്ത് നിന്ന് മറ്റൊരു മുഖത്തിലേക്ക് ആകർഷകമായി നോക്കുന്നു. അവർ എല്ലാവരും അകറ്റുന്നു. ദെൻ യു വാണ്ട് മീ ടു ടേക്ക് ദിസ് മണി. നിങ്ങൾക്ക് ഞാൻ ഈ പണം എടുക്കണമല്ലേ? ദർ ഈസ് നോ ആൻസർ. അവിടെ ഒരു ഉത്തരവും ഉണ്ടായില്ല. സേ യെസ് വൺ ഓഫ് യു. നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് പറയൂ, അതെ എന്ന് പറയൂ. സ്റ്റിൽ നോ ആൻസർ. അപ്പോഴും ഒരു ഉത്തരവുമില്ല. ഓർ നോ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയൂ. എ ലോങ് പോസ്. ഒരു നീണ്ട ഇടവേള. ഫൈനലി, അവസാനം, ഐ കുഡിൻറ്റ് ഗോ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ഗ്രഷാം. ഗ്രഷാമിൻ്റെ കൂടെ ഒരിക്കലും എനിക്ക് പങ്കാളിത്തത്തിന് പോവാൻ കഴിയില്ല. മാർത്ത പ്രോംപ്റ്റ്ലി, വൈ നോട്ട്? പെട്ടെന്ന് അങ്ങോട്ട് ഉടനടി പറയാണ്, എന്തുകൊണ്ട്? ബാൽഡ്വിൻ, പീപ്പിൾ വുഡിൻ ട്രസ്റ്റ് ഹിം. ആളുകൾ അവനെ വിശ്വസിക്കുന്നില്ല. ജോൺ, then you could go into business with someone else, dad. 100,000 is a lot of money. എങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായും ബിസിനസ് ചെയ്യാം അച്ഛാ. 100,000 വളരെ വലിയ പണമാണ്. ബാൽഡ്വിൻ വാക്സ് ടു ദ വിൻഡോ, ലുക്സ് ഔട്ട്. ജനലിനരികിലേക്ക് നടന്നു, എന്നിട്ട് പുറത്തേക്ക് നോക്കി. ഗോഡ് നോസ്, ഐ നെവർ തോട്ട് ദിസ് ഡേ വുഡ് കം. ദൈവത്തിനറിയാം, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഐ നോ, എനിക്കറിയാം. ഐ നോ, നോ മാറ്റർ ഹൗ യു ട്രൈ ടു എക്സ്ക്യൂസ് ഇറ്റ്, ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി ഐ ഡു എ ഡിസോണറബിൾ തിങ്. അറിയാം, നിങ്ങൾ എത്ര ഒഴിവ് കഴിവ് പറഞ്ഞാലും എനിക്കറിയാം ഈ പണം ഞാൻ എടുത്താൽ അതൊരു മാന്യതയില്ലാത്ത കാര്യമാണെന്ന്. ആൻഡ് യു നോ ഇറ്റ്. നിങ്ങൾക്കും അത് നന്നായി അറിയാം. യു ആൻഡ് യു ആൻഡ് യു. നിനക്കും അറിയാം അത്. ഓൾ ഓഫ് യു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കം, വരൂ, അഡ്മിറ്റ് ഇറ്റ്. അത് നിങ്ങൾ സ്വീകരിക്കൂ. ജോൺ റെസല്യൂട്ട്ലി. ജോൺ ദൃഢനിശ്ചയത്തോടെ പറയാണ്, നോബഡി വിൽ എവർ ഹിയർ ഓഫ് ഇറ്റ്. ആരും ഒരിക്കലും ഇത് കേൾക്കില്ല. ബാൽഡ്വിൻ, ബട്ട് എമംഗ്സ്റ്റ് അവർസെൽഫ് ജോൺ. പക്ഷേ നമുക്കിടയിൽ ജോൺ. വാട്ട് എവർ വി ആർ ടു ദ വേൾഡ്, ലെറ്റ് us ബി ഹോണസ്റ്റ് വിത്ത് ഈച്ച് അതർ. നമ്മൾ ലോകത്തിന് എന്തായിരുന്നാലും നമുക്ക് പരസ്പരം സത്യസന്ധരാവാം. ദ 4 of us. നമ്മൾ 4 പേർ. വെൽ, അതുപോരെ. ഹിസ് ഗ്ലാൻസ് ട്രാവൽസ് ഫ്രം ജോൺ ടു ഈവി ഹൂസ് ഹെഡ് ഈസ് ബോവ്ഡ്. തല താഴ്ത്തി നിൽക്കുന്ന ജോൺ മുതൽ ഈവി വരെ അയാളുടെ നോട്ടം സഞ്ചരിച്ചു.
from her to his wife, who is apparently busy with her knitting. അവളിൽ നിന്നും ഭാര്യയിലേക്ക്, ആരാണോ നെയ്ത്ത് കൊണ്ട് തിരക്കിലായിരിക്കുന്നത്. He raises Martha's head, looks into her eyes, he shudders. അദ്ദേഹം മാർത്തയുടെ തല പൊക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പെട്ടെന്ന് നെട്ടിപ്പോയി. ഷാംസ്, ലയേഴ്സ്, ഹിപ്പോക്രൈറ്റ്സ്, thieves, and I know better than any of you. ചതിയന്മാർ, നുണയർ, കപടവേഷധാരികൾ, കള്ളന്മാർ, ഞാൻ നിങ്ങളിൽ ആരെക്കാളും മികച്ചവനല്ല. We have seen our souls naked and they sting to Almighty Heaven. Well, why don't you answer me? നമ്മൾ നമ്മുടെ ആത്മാക്കളെ പച്ചയായി കണ്ടു, അവ ദുർഗന്ധമുണ്ടാക്കുന്നു സർവശക്തന്. നല്ലത്, എന്താ നിങ്ങൾ ഉത്തരം നൽകാത്തത്? മാർത്ത ഫീബ്ലി, മാർത്ത ദുർബലയായി പറയാണ്. ഇറ്റ്സ് നോട്ട് റോങ് റോബർട്ട്, അതൊരു തെറ്റല്ല റോബർട്ട്. ബാൽഡ്വിൻ, ഇറ്റ്സ് നോട്ട് റൈറ്റ്, അതൊരു ശരിയുമല്ല. ജോൺ ഫേസിങ് ഹിം സ്റ്റെഡിലി, അയാളെ നേരെ നോക്കിക്കൊണ്ട് പറയാണ്. $100,000 ഈസ് എ ലോട്ട് ഓഫ് മണി ഡാഡ്, $100,000 വലിയ പണമാണ് അച്ഛ. ബാൽഡ്വിൻ നോഡിങ് സ്ലൗലി, തല ആട്ടിക്കൊണ്ട്. യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ, കാൻഡ് യു? നിനക്കിപ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയുന്നു അല്ലേ മകനെ? ജോൺ വിത്തൗട്ട് മൂവിങ്, അനങ്ങാതെ. ഡാഡ്, വൈ ഡിഡ് യു റെഫ്യൂസ്? എന്തിനാണ് നിങ്ങൾ അത് നിഷേധിക്കുന്നത്? വാസൻറ്റ് ഇറ്റ് ബിക്കോസ് യു വർ അഫ്രൈഡ് ഓഫ് വാട്ട് വി വുഡ് സേ? ഞങ്ങൾ എന്ത് പറയും എന്ന് പേടിച്ചത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ നിഷേധിക്കുന്നത്? ബാൽഡ്വിൻ ആഫ്റ്റർ എ ലോങ് പോസ്. യെസ് ജോൺ, അതെ ജോൺ. ജോൺ, വെൽ നോബഡി വിൽ എവർ നോ ഇറ്റ്. അതെ, ഇതേക്കുറിച്ച് ആരും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ബാൽഡ്വിൻ, എക്സെപ്റ്റ് ദ 4 of us, നമ്മൾ 4 പേരും കൂടാതെ. ജോൺ, യെസ് ഫാദർ, അതെ അച്ഛ. ജോൺ ലുക്സ് ഔട്ട് ആൻഡ് സേസ്, ജോൺ പുറത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു. ജോൺ, സംവൺ ഈസ് കമ്മിങ്, ആരോ വരുന്നുണ്ട്. മാർത്ത റൈസിങ് ഹെർ ഹെഡ്, അവളുടെ തല പൊക്കിക്കൊണ്ട്. ഹു ഈസ് ഇറ്റ്? ആരാണത്? ജോൺ, ഐ കാൺ സീ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. വിത്ത് സഡൻ അപ്രിഹെൻഷൻ, ഇറ്റ് ലുക്സ് ലൈക്ക് മാർഷൽ. പെട്ടെന്നൊരു അവബോധത്തോടെ പറയാണ്, അത് മാർഷലാണ്. ബാൽഡ്വിൻ, മാർഷൽ? മാർഷലോ? ദ ഡോർബെൽ റിങ്സ്, അങ്ങനെ വാതിൽ മണി മുഴങ്ങുന്നു. They are motionless as a maid enters at one side and goes out the another. ഒരു വേലക്കാരി ഒരു ഭാഗത്തു കൂടെ പ്രവേശിക്കുകയും മറ്റേ ഭാഗത്തു കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവർ എല്ലാവരും നിശ്ചലമായി നിൽക്കുന്നു. The maid re-enters. അങ്ങനെ ജോലിക്കാരി വീണ്ടും പ്രവേശിക്കുന്നു. The maid, a gentleman to see you, sir. ഒരു മാന്യൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ബാൽഡ്വിൻ, pulling himself together. ഹൂ? മീ. അയാൾ തന്നെ ഒന്ന് സ്വയം വലിഞ്ഞുകൊണ്ട് പറയാണ്. ആരെ? എന്നെയോ? ദ മെയ്ഡ്, യെസ് സർ, അതെ നിങ്ങളെ തന്നെ. ഷീ ഹാൻഡ്സ് ഹിം എ കാർഡ് ഓൺ എ സാൽവർ. ഒരു താലത്തിൽ ഒരു കാർഡ് അയാൾക്ക് കൈമാറുന്നു. ബാൽഡ്വിൻ, ഇറ്റ് ഈസ് മാർഷൽ, അത് മാർഷാലാണ്. മാർത്ത, ദ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ. തേർഡ് നാഷണലിൻ്റെ അധ്യക്ഷനോ? തേർഡ് നാഷണൽ എന്ന് പറയുന്നത് എല്ലാ പ്രൈവറ്റ് ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന തേർഡ് നാഷണൽ ബാങ്കാണ്. അവിടുത്തെ അധ്യക്ഷനാണ് മാർഷൽ. ബാൽഡ്വിൻ, യെസ് അതെ. വാട്ട് ഡസ് ഹി വാണ്ട് ഹിയർ? അയാൾക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ദ മെയ്ഡ്, ഷാൾ ഐ ഷോ ഹിം ഇൻ സർ? ഞാൻ അയാളെ ഉള്ളിലേക്ക് വിളിച്ചോട്ടെ? ബാൽഡ്വിൻ, യെസ് യെസ്. ഓ ഓ അതെ അതെ, ബൈ ഓൾ മീൻസ്, തീർച്ചയായും. ദ മെയ്ഡ് ഗോസ് ഔട്ട്. ജോലിക്കാരി പുറത്തേക്ക് പോയി. മാർത്ത ക്രോസിംഗ് ടു ഹിം ക്വിക്ലി, പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് നിന്നുകൊണ്ട്. റോബർട്ട്, ബി കെയർ ഓഫ് വാട്ട് യു സേ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. യു ആർ ടു ഗോ ഓൺ ഇൻ ദ സ്റ്റാൻഡ് ടുമാറോ. നാളെ നിങ്ങൾക്ക് കോടതിയിൽ സാക്ഷി പറയേണ്ടതുണ്ട്. ബാൽഡ്വിൻ നെർവസ്ലി, ഒന്ന് പരിഭ്രമിച്ചുകൊണ്ട്. യെസ് യെസ്, ഐ വിൽ ലുക്ക് ഔട്ട്. അതെ അതെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ദ മെയ്ഡ് റീ-എൻറ്റേഴ്സ്, ഓപ്പണിംഗ് ദ ഡോർ ഫോർ മാർഷൽ. ജോലിക്കാരി വീണ്ടും വന്നു മാർഷാലിന് വാതിൽ തുറന്നുകൊണ്ട്. മാർഷൽ, കമ്മിങ് ഇൻ ടു ദ റൂം വെരി ബോയൻ്റ്ലി, വളരെ അധികം ഉന്മേഷത്തോടെ മുറിയിലേക്ക് വരുമ്പോൾ.
വെൽ നല്ലത്. സ്പെൻഡിങ് ദ ആഫ്റ്റർനൂൺ ഇൻഡോർസ്, എല്ലാവരും ഉച്ചതിരിഞ്ഞ സമയം അകത്ത് ചിലവഴിക്കുന്നു. ഹൗ ആർ യു മിസ്സിസ് ബാൽഡ്വിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? മിസ്സിസ് ബാൽഡ്വിൻ അഥവാ മാർത്തയോടാണ്. ഹി ഷേക്സ് ഹാൻഡ്സ് കോർഡിയലി, സൗഹാർദ്ദപരമായി അദ്ദേഹം കൈകൊടുത്തു. ആൻഡ് യു ബാൽഡ്വിൻ, നീയോ, നിനക്കെന്തൊക്കെയുണ്ട് വിശേഷം? മാർത്ത, വി വർ ജസ്റ്റ് ഗോയിങ് ഔട്ട്, കം ഈവി, ഞങ്ങൾ ഇപ്പോൾ പുറത്തു പോവാൻ നിൽക്കുകയാണ്, വരൂ ഈവി വരൂ. മാർഷൽ, ഓ യു നീഡിൻ ഗോ ഓൺ മൈ അക്കൗണ്ട്, എൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ പുറത്തു പോവേണ്ട. യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ, എനിക്കെന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്കും കേൾക്കാം. ഹി ടേൺസ് ടു ദ ഹെഡ് ഓഫ് ദ ഫാമിലി, അയാൾ ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ നേർ തിരിഞ്ഞു. ബാൽഡ്വിൻ, if you feel like coming around to the Third National sometime this week, you will find a position waiting for you. ബാൽഡ്വിൻ, ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും തേർഡ് നാഷണലിൻ്റെ ഭാഗത്തുകൂടെ വരാൻ തോന്നുകയാണെങ്കിൽ നിനക്ക് അവിടെ ഒരു സ്ഥാനം കാത്തിരിക്കുന്നുണ്ട്. ബാൽഡ്വിൻ, ടണ്ടസ്റ്റക്ക്, ഇടിമുഴക്കം പോലെ. ഡു യു മീൻ ദാറ്റ് മിസ്റ്റർ മാർഷൽ, നിങ്ങൾ അതുതന്നെയാണോ ഉദ്ദേശിച്ചത് മിസ്റ്റർ മാർഷൽ? മാർഷൽ സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ട്. ഐ വുഡിൻ സേ ഇറ്റ് ഇഫ് ഐ ഡിഡിൻറ്റ്, അല്ലെങ്കിൽ ഞാനത് പറയില്ല. ഹി കണ്ടിന്യൂസ് മോർ സീരിയസ്ലി, കൂടുതൽ ഗൗരവമായി അദ്ദേഹം തുടർന്നു. ഐ വാസ് ഇൻ ടു സീ ഗ്രഷാം ദിസ് ആഫ്റ്റർനൂൺ, ഈ വൈകുന്നേരം ഞാൻ ഗ്രഷാമിനെ കണ്ടിരുന്നു. ഹി ടോൾഡ് മീ അബൌട്ട് ദ ഓഫർ ഹി ഹാഡ് മെയ്ഡ് യു, അയാൾ എന്നോട് പറഞ്ഞു നിനക്ക് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച്. But he knew that no amount of money would make you do something you thought wrong. പക്ഷേ അവനറിയാം എത്ര പണത്തിൻ്റെ സംഖ്യയും നിനക്ക് തെറ്റ് എന്ന് ചിന്തിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കാൻ കഴിയില്ല എന്ന്. ബാൽഡ്വിൻ, he paid you the supreme compliment rather than go to trial with you to testify against him, he confessed. അവൻ നിനക്ക് ഏറ്റവും നല്ല പ്രശംസ തന്നിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ സാക്ഷ്യം വഹിക്കാൻ നിങ്ങളുമായി വിചാരണ നടത്തുന്നതിന് പകരം അയാൾ സ്വയം കുറ്റം സമ്മതിച്ചു. ബാൽഡ്വിൻ, സിങ്കിങ് ഇൻ ടു എ ചെയർ, കസേരയിലേക്ക് ഇരുന്നു കൊണ്ട്. കൺഫെസ്ഡ്, കുറ്റസമ്മതം നടത്തിയെന്നോ? മാർഷൽ ടോൾഡ് ദ ഹോൾ സ്റ്റോറി, എല്ലാ കഥയും പറഞ്ഞു. ഹി ടേൺസ് ടു മാർത്ത, മാർത്തയിലേക്ക് തിരിഞ്ഞു. ഐ ക്യാൻ ഓൺലി സേ ടു യു വാട്ട് എവ്രി മാൻ വിൽ ബി സേയിങ് ടുമാറോ, എനിക്ക് നിന്നോട് ആകെ പറയാനുള്ളത് നാളെ എല്ലാ മനുഷ്യരും എന്താണോ പറയുക അതുതന്നെയാണ്. ഹൗ ഹൈലി ഐ ഓണർ ആൻഡ് റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്, ഹൗ സിൻസിയർലി, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ എത്രമാത്രം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു, എത്ര ആത്മാർത്ഥമായി. മാർത്ത, സീസിങ് ഹിസ് ഹാൻഡ് പിറ്റിയസ്ലി, ദയനീയമായി അയാളുടെ കൈ പിടിച്ചുകൊണ്ട്. പ്ലീസ് കാൻഡ് യു സീ ഹീ ഈസ് ക്രൈയിങ്, അദ്ദേഹം കരയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കർട്ടൻ, അങ്ങനെ കർട്ടൻ ഫോൾ ചെയ്തു. ഇത്രയാണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ഈ ഒരു നാടകം. സത്യത്തിൻ്റെ മഹത്വത്തെ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വൺ ആക്ട് പ്ലേ ആണ് ദ അവർ ഓഫ് ട്രൂത്ത്. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.